പായസം എന്ന് കേട്ടാൽ തന്നെ നമുക്കിഷ്ടമാണ്. അത് അമ്പലപ്പുഴ പാൽപ്പായസം എന്ന് കേട്ടാൽ അതിലേറെ ഇഷ്ടമാണ്. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു വേണ്ടി ആദ്യം നമ്മൾ ഒരു കപ്പ് ഉണക്കല്ലേരി എടുത്തിട്ടുണ്ട്. അതായത് ചുവന്ന തവിടോട് കൂടിയ പച്ചരി. 2.5 ലിറ്റർ പാലും 1.5 ലിറ്റർ വെള്ളവും ഉപയോഗിക്കുന്നുണ്ട്. അതിലേക്കാണ് ഇപ്പോൾ ഈ ഒരു കപ്പ് അരി എടുത്തുള്ളത്. ഇനി ഒരു ചെമ്പ് അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1.5 ലിറ്റർ വെള്ളം ഒഴിക്കുക. ഇനി ഈ വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് 2.5 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കണം. ഇനി ഒരു 40 മിനിറ്റ് ഇത് വറ്റിച്ചെടുക്കണം. സ്റ്റൗവിൻ്റെ തീയിനനുസരിച്ച് സമയത്തിൽ മാറ്റം വരാം. 40 മിനിറ്റിന് ശേഷം കഴുകി വെച്ച ഉണക്കല്ലരി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 കിലോ പഞ്ചസാര ചേർക്കണം. അരിയിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ പഞ്ചസാര ചേർത്തത്. 1 മണിക്കൂറും 20 മിനിറ്റും എടുത്ത ഒരു ലോങ് പ്രോസസ്സ് കൂടെ ആയിട്ടാണ് നമ്മൾ അമ്പലപ്പുഴ പാൽപ്പായസം റെഡിയാക്കി എടുത്തത്. അപ്പോൾ പായസം നല്ല വറ്റി നല്ലൊരു ബ്രൗൺ കളറായിട്ട് മാറിയിട്ട് കേട്ടോ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഒരു നുള്ളുപ്പും ഒരു 10 കൃഷ്ണതുളസിൻ്റെ ഇലയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അമ്പലപ്പുഴ പാൽപ്പായസം റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇന്നുണ്ടാക്കിയ ഈ പായസത്തിൽ മിൽക്ക് മേഡോ കണ്ടൻസ്ഡ് മിൽക്കോ ചേർത്ത ഈ അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെ രുചി കിട്ടില്ല കേട്ടോ. ഇത് ഇതേ പ്രോസസ്സ് കൂടെ തന്നെ ഉണ്ടാക്കണം. ഈ പായസം ടേസ്റ്റ് ചെയ്യാൻ കുറച്ച് ഫോളോവേഴ്സൊക്കെ വന്നിട്ടുണ്ട്. ഓ ഗുഡ്, വെരി ഗുഡ്. സംഭവം സൂപ്പർ ആയിക്കണം കേട്ടോ. പിന്നെ സൂപ്പർ ആയിക്കണ്. സംഭാഷണം വലുതാക്കി പറയല്ല, സംഭവം അടിപൊളിയാണ്. അടിപൊളി അടിപൊളി. അപ്പോൾ ഓക്കെ.